ബി.ജെ.പി. ഭരിക്കുന്ന തൃപ്പൂണിത്തുറ നഗരസഭയിൽ പാവപ്പെട്ടവർക്കുള്ള ആശ്രയ കിറ്റ് വിതരണം മുടങ്ങിയിട്ട് 8 മാസം. ഓണമെത്താറായിട്ടും കിറ്റ് വിതരണം ചെയ്യാത്തതിനാൽ അന്നം മുട്ടിയ ഗുണഭോക്താക്കൾ നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പിന്തുണയുമായി LDF കൗൺസിലർമാരും പ്രതിഷേധ സമരത്തിൽ പങ്കാളികളായി. 8 മാസമായിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾ ഇത് കിട്ടിയിട്ടാണ് ഞങ്ങൾ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്കാണെങ്കിലും പണിക്ക് പോകാനൊന്നും പറ്റില്ല. എൻ്റെ ഭർത്താവിന് സുഖമില്ലാത്തതാണ്. അപ്പം ഞാനിത് കിട്ടിയിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോണത്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഇടതുഭരണം മാറി BJP അധികാരമേറ്റതോടെ ഇതാണ് അവസ്ഥ. ആരും ആശ്രയമില്ലാത്ത പാവപ്പെട്ട ഈ കുടുംബാംഗങ്ങൾ കഴിഞ്ഞ 8 മാസമായി ദുരിതക്കയത്തിലാണ്. ഓണമെത്താറായിട്ടും ആശ്രയ കിറ്റ് വിതരണം ചെയ്യാത്തതിനാൽ അന്നം മുട്ടിയ ഗുണഭോക്താക്കൾ നഗരസഭയ്ക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. സാധാരണക്കാരുടെ വയറ്റത്തടിക്കുന്ന സമീപനമാണ് BJP നേതൃത്വം നൽകുന്ന ഭരണസമിതിയിൽ നിന്നുണ്ടാകുന്നതെന്ന് LDF കൗൺസിലർ രാകേഷ് പറഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വയറ്റത്തടിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത്. അവർക്ക് കിറ്റ് കൊടുക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അവർ അതിനുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർ ആ സാഹചര്യത്തിൽ തന്നെ ജീവിച്ചോട്ടെ, അവർക്ക് ഓണവുമില്ല വിഷുവുമില്ല എന്നുള്ളൊരു നിലപാടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നഗരസഭയും സംസ്ഥാന സർക്കാരും എടുത്തിട്ടുള്ളത്. അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ പൂനെയിൽ നിന്നെത്തിച്ച സംഘത്തിന് 4 ലക്ഷം രൂപ നൽകിയ ഭരണസമിതി അതിന്റെ പകുതി തുക മുടക്കി പാവപ്പെട്ടവർക്കുള്ള കിറ്റ് വിതരണം ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്ന് ഇടത് കൗൺസിലർ അഖിൽദാസ്. ഇവിടെ കഴിഞ്ഞ ദിവസം അത്തച്ചമയം നടന്നു. അത്തച്ചമയത്തിന് പൂനെയിൽ നിന്നും ഒരു RSSന്റെ അനുഭാവികളായ നാസിക് ദോൾ സംഘത്തെ ഇവിടെ കൊണ്ടുവന്നു. 4 ലക്ഷം രൂപ കൊടുത്തു. ഒരു മാസം തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ 328 കുടുംബങ്ങൾക്ക് ആശ്രയ കിറ്റ് വിതരണം ചെയ്യാൻ ആകെ 2,60,000 രൂപ ആവശ്യമുള്ളൂ. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് LDFന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.